ആൻഡിജൻ ഓർ അണ്ടിജൻ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. എന്ത് നല്ല വെറൈറ്റി പേരില്ല. ഇങ്ങനത്തെ വെറൈറ്റി പേരുകളുടെ നാടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ആൻഡിജനിൽ നമ്മൾ എത്തിയിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് നാട് മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടി നടന്നു. വളരെ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്ലേസ് ആണ് ആൻഡിജൻ എന്ന് പറയുന്നത്. ചെലവ് ചുരുക്കി നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ മെഡിസിൻ പഠിക്കാൻ വരുന്ന ഒരു പ്ലേസും കൂടിയാണ് ആൻഡിജൻ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് കയറി, ബോർഡ് കണ്ടു, ഫോട്ടോ കണ്ടു, അങ്ങനെ കയറിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഫെൻഡ കുടിക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല ഒടുക്കത്തെ ടേസ്റ്റാണ്. കാരണം റഷ്യയിൽ നിന്ന് വരുന്ന ഫെൻഡയാണ് ഇവിടെ. പിന്നെ ഒരു ഷവർമയും കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങളുടെ ഇടപാടാണ്. കാരണം 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും നോട്ട് ആയിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ കളി. അങ്ങനെ ടാക്സി വന്നപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വണ്ടിൻ്റെ അതേ നമ്പറിൽ ടാക്സി. അങ്ങനെ നമ്മൾ നേരെ പോകാൻ പോണത് ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഇതുവരുടെ യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് തന്നെയല്ല ഹോസ്റ്റലാട്ടോ. ഒന്ന് ബോയ്സിനും ഒന്ന് ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റലിലെ ഏക യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ MBBS പഠിക്കുന്നുണ്ട്. ഇത് മൊത്തം നമ്മുടെ കേരളത്തിലെ കുട്ടികളാണ്. അപ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിൻ്റെ ഫുട്ബോൾ മാച്ച് അല്ല, ഇവിടുത്തെ പെൺപുരികളുടെ ഫുട്ബോൾ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേൾസ് ഓൺലി ഫുട്ബോൾ മാച്ചൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു നിന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ കുറേ നേരം ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളായിട്ട് കുട്ടികളായിട്ട് നമ്മൾ നടന്നു. കുറേ ആൾക്കാരായിട്ട് കമ്പനിയായി. നല്ല സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ലൈക്കായി. പിന്നല്ലേ നമ്മൾ അറിയണത് ഇവിടുത്തെ ഷെഫും നമ്മളെ സ്വന്തം മലപ്പുറത്തെ ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടുത്തെ മെസ്സിലൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം മൂപ്പരോട് സംസാരിച്ച്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.